നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കനും റൈസും ഒക്കെയുള്ള ഒരു അടിപൊളി അറബിക് മദ്ഹൂത്ത് ഉണ്ടാക്കാം. കമോൺ. 1 കിലോ ഗോൾഡൻ സെല്ല റൈസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് 5 കപ്പ് റൈസ് വരുന്നുണ്ട്. അതിലേക്ക് 1.5 കിലോ ചിക്കൻ വേണം. ആദ്യം നമുക്ക് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് അരി കഴുകിയെടുക്കണം. അപ്പോൾ 2 കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഞെരടിയിട്ടാണ് അരി കഴുകുക. പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. ഈ അരി നമുക്ക് 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് എടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ കുരുമുളക്, ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോവാതിരിക്കുക. ഒരു 7-8 എണ്ണം ഗ്രാമ്പു, 7-8 ഏലക്കായ, 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ 2 കഷ്ണം ബേ ലീഫ്, പിന്നെ 2 വറ്റൽ മുളകും കൂടെ എടുത്ത് വെക്കുക. ഒരു പാന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസൊക്കെ അതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ഒരുപാട് ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് വരാനുള്ള പാകത്തിന് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. സ്പൈസസ് ചൂടാക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഈ സ്പൈസസൊക്കെ ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി മദ്ഹൂത്ത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടി ഒരു കുക്കർ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കുക. ആ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഷാജീര, 5 ഗ്രാമ്പു, 5 ഏലക്ക, 2 ബേ ലീഫ്, 1 പീസ് പട്ട, ഇത്രയും സ്പൈസസ് ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ക്യാപ്സിക്കം ഡൈസ് ചെയ്തതും, ഒരു പകുതി ഉള്ളി കട്ട് ചെയ്തതും, പിന്നെ എരിവിനനുസരിച്ച് 8 അല്ലെങ്കിൽ 10 പച്ചമുളക് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 മീഡിയം സൈസ് തക്കാളിയും 1.5 സവാളയും വേണം. പകുതി സവാള നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മുടെ ഓയിലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാഗി ക്യൂബൊക്കെ ചേർക്കുന്നതുകൊണ്ട് അവസാനം ഉപ്പ് പാകത്തിന് റെഡിയാക്കാവുന്നതാണ്. ഇനി സ്പൈസസ് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 മാഗി ക്യൂബ് പൊടിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചേർക്കുക. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള മദ്ഹൂത്ത് മസാലയില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. 1 ഉണക്ക നാരങ്ങയും കൂടെ ചേർക്കണം. പിന്നെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഈ ഒരു സമയത്ത് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒരു വിസിലും കൂടെ വരാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരു വിസിൽ വന്നതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് ബാക്കി പ്രഷറൊക്കെ ഒഴിവാക്കിയിട്ട് കുക്കർ തുറക്കുക. വന്നിട്ടുള്ള ചിക്കനിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്ക് 2 ടീസ്പൂണും കൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ മദ്ഹൂത്ത് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുക. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഒരു ടൊമാറ്റോ സാൽസ ഉണ്ടാക്കിയെടുക്കുക. 2 പഴുത്ത തക്കാളി, കുറച്ച് മല്ലിച്ചെപ്പ്, 1 പച്ചമുളക്. ഞാൻ 2 എണ്ണം ചേർത്തിരുന്നു, പക്ഷേ ഭയങ്കര എരിവായിരുന്നു. പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, 1 പീസ് ഇഞ്ചിയും. വീട്ടിലുണ്ടായ ക്യാപ്സിക്കം ആയതുകൊണ്ടാണ് ആ കളറ്. ആവശ്യത്തിന് ഉപ്പും, ഒരു ചെറിയ പീസ് വലിയ ഉള്ളിയും, പിന്നെ കുറച്ച് വിനെഗറും ചേർത്തിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ സാൽസ റെഡി ആയിട്ടുണ്ട്. മദ്ഹൂത്തും നല്ല സെറ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടാം. കുറച്ചൊന്ന് ചൂടാറുന്ന സമയത്ത് റൈസ് നല്ല സെറ്റായിട്ട് വരും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ആ സമയത്ത് സൽസയും കൂട്ടിയിട്ട്
ഈ ഫ്ലേവർഫുൾ ആയിട്ടുള്ള മധൂത്ത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.